ഇവിടെ ഞങ്ങൾ തനിച്ചല്ല, ഇവിടെ ഞങ്ങൾ അനാഥരുമല്ല. ഒറ്റപ്പെടലിൻ്റെയും നിരാലംബതയുടെയും നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് നിസ്സഹായരായ വയോജനങ്ങൾക്ക് ജീവിത സായാഹ്നത്തിൽ ഒത്തുചേരുവാനും ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും ഉല്ലാസ യാത്രകളിൽ പങ്കെടുക്കുവാനും വഴിയൊരുക്കിയതായിരുന്നു ടൂറിസം പ്രൊമോഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ നിറവ് 2025 സൗഹൃദ വിനോദയാത്ര. കോട്ടയം ജില്ലയിലെ തിരുനാട് പഞ്ചായത്തിലെ 14-ാം വാർഡിലെ സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് ആനന്ദ ഭവനത്തിലെ അംഗങ്ങളും തീക്കോയി പഞ്ചായത്തിൽ നിന്നുള്ള വയോജനങ്ങൾക്കുമായി ആലപ്പുഴ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നടപ്പിലാക്കിയതായിരുന്നു ഈ വിനോദയാത്ര. ഇങ്ങനെ ഒരു സംരംഭം മറ്റൊരു ലോകത്തേക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഈ പുറം എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് ഉല്ലസിച്ച് വരിക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. വയോജനങ്ങളുടെ ഈ വിനോദ സൗഹൃദ യാത്രയെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചും അവർക്ക് മധുരം വിതരണം ചെയ്തതും കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവിടെ വലിയൊരു സ്വപ്നമാണ് ഒരു ദിവസം ഉല്ലാസയാത്രയ്ക്ക് പോകണം, ഒന്ന് വിനോദയാത്ര തീർത്ഥാടനം പോകണം. ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ വലിയ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ടൂറിസം പ്രൊമോഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന സന്നദ്ധ സംഘടന. ഈ സന്നദ്ധയുടെ ആഭിമുഖ്യത്തിൽ DTPCയുമായിട്ട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾക്ക് കോട്ടയം ജില്ലയെ ഒരു വയോജന സൗഹൃദ ജില്ലയാക്കി മാറ്റണം എന്നുള്ളത്. അതിലത്തെ അവരെ കാണാനും അവരുമായി ബന്ധപ്പെടാനും അവർക്ക് പരസ്പരം സൗഹൃദം പുലർത്താനും എല്ലാമുള്ള നല്ലൊരു വേദി ഒരുക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ വയോജന സൗഹൃദ വിനോദയാത്ര വളരെ നല്ലൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വയോജനങ്ങളെ കരുതുകയും അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ആരോഗ്യം, ആ ഒറ്റപ്പെടൽ എന്നുള്ള ആ ഒരു ഫീലിംഗ് അത് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ടുള്ള പരിശ്രമം അത് വളരെ ശ്ലാഘനീയമാണ്, അനുകരണീയമാണ് എന്നുകൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. AC സൂപ്പർ പ്രീമിയം കോച്ചിലായിരുന്നു വിനോദയാത്ര ക്രമീകരിച്ചത്. അമ്മമാർക്കായി കലാവിരുന്നും ബസ്സിൽ ഒരുക്കി. ഈരാറ്റുപേട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ഗോപാലനായിരുന്നു കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പിതാക്കന്മാരെ എവിടെ ആദരിക്കപ്പെടുന്നു അവിടെ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ്. അതും ഇന്ന് ഒരുപാട് അമ്മമാരോടൊപ്പം ഒരു ഉല്ലാസയാത്ര പോകുവാനായിട്ട് ഒരു അവസരം ലഭിച്ച് വലിയൊരു സൗഭാഗ്യമാണത്. പല്ലക്ക് നെറുപ്പ് എന്നെഞ്ചു കുലുങ്കു തടി അടി കണ്ണാടി മൂക്കുത്തി മാണിക്ക ചെവുപ്പ് മച്ചാനെ ഇരുക്ക് തടി വാക്കുകൊണ്ടു പൂജ ചെയ്തിടാ അമ്മയെന്ന വീണ കൊണ്ടു പാട്ടുമേട്ടിടാ. ആദ്യത്തെ കരിശ്രീയാം നാം തുമ്പി അറിവായി അകവഴി പിന്നെ സ്വരങ്ങളാം ഇടമെങ്കിൽ തങ്ങി പുന്നമട കായലിലൂടെയുള്ള ബോട്ട് യാത്രയും ആലപ്പുഴ ബീച്ച് സന്ദർശനവും അവർക്ക് വേറിട്ട യാത്രാനുഭവമായി മാറി. ബോട്ട് യാത്രയും കടലും ആദ്യമായി കണ്ട അനുഭവം അവരുടെ കണ്ണുകളിൽ വിസ്മയത്തിൻ്റെ തിരകളായി അലയടിച്ചു. കായലോരത്തെ ഹോട്ടലിൽ നിന്ന് അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു. വിനോദയാത്ര വളരെയേറെ മനസ്സിന് സന്തോഷം പകരുന്നതാണ്. എൻ്റെ മകന് ബുദ്ധിമാന്യമുള്ളൊരു മകനുണ്ട്. അവനെയും കൂടെ ഇതിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അവൻ്റെ മനസ്സിനും ഏറെ സന്തോഷമുണ്ട്.
ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ആദ്യം ഉണ്ടാകുന്നതാണ്. ഇന്നേ ദിനം നടത്തപ്പെട്ട ഈ വയോജന ടൂറ് വളരെ സന്തോഷപ്രദമായിരുന്നു. കാരണം വളരെ നാളുകളോളം തങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലുമെല്ലാം അധ്വാനിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തിത്തുടങ്ങിയവർ ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ മറ്റേ അതിർത്തികളോ അറ്റങ്ങളോ കാണാത്തവർക്ക് ഈ യാത്ര വളരെ സന്തോഷപ്രദമായിരുന്നു. തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് പുറത്തൊരു ലോകത്തെക്കുറിച്ച് കടൽ, കായൽ ഇതെല്ലാം കാണാനുള്ള ഒരു സന്ദർഭം ഇതിൻ്റെ ഭാരവാഹികൾ ഞങ്ങൾക്കായി ഒരുക്കി തന്നതിനെ ഓർത്ത് വളരെയധികം നന്ദി പറയുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇപ്പം വരെയുള്ള സമയത്ത് ഒത്തിരി സന്തോഷപ്രദവും ആഹ്ലാദപ്രദവുമായിരുന്നു ഈ വിനോദയാത്ര. തങ്ങൾ വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരല്ലെന്നും ഹൃദയത്തോട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാനും കരുതലിൻ്റെ വാത്സല്യങ്ങൾ ചൊരിയുവാനും ടൂറിസം വെൽഫെയർ സൊസൈറ്റി കൂടെയുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവർക്ക് അനുഭവേദ്യമായത്.